ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ബാക്കി പ്രസിഡന്റുമാരൊക്കെ ആണെങ്കിൽ കൂടെ ബരാക് ഒബാമ അടക്കം ഈ ഒരു പ്രപ്പോസലിനെ, ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്ന പ്രപ്പോസലിനെ തഴഞ്ഞ ആൾക്കാരാണ് അവര്. കാരണം അവർക്ക് അറിയാം ഇറാൻ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും, ഇറാൻ ഏത് തരത്തിലുള്ള വാർഫെയർ ആയിരിക്കും അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നല്ല ധാരണയുള്ള ആൾക്കാരായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ ഇറാനെ വരുതിയിൽ നിർത്താൻ വേണ്ടിയിട്ട് ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഓൾറെഡി ഒരു കരാറുണ്ടായിരുന്നു. ആ കരാറിൽ നിന്നും ഏകപക്ഷീയമായിട്ട് പിന്നോട്ട് പോയതിനു ശേഷം പെട്ടെന്ന് അങ്ങ് കയറി ആക്രമിക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്തു, ഇറാന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കുകയും ആ ഡിമാൻഡുകൾ ഒരിക്കലും ഇറാൻ അംഗീകരിക്കില്ല എന്ന ഉറപ്പ് അമേരിക്കക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പൊ കരാർ ഇറാൻ അംഗീകരിച്ചില്ല എന്നും പറഞ്ഞ് ഇറാനെ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും അതേപോലെ തന്നെ ഇസ്രായേലിന്റെയും പ്ലാൻ. പക്ഷേ ആ പ്ലാനിന് ചെറിയൊരു പണി കിട്ടി. ഒമാനിൽ വെച്ച് ഒരു രാജ്യവും അംഗീകരിക്കാത്ത തരത്തിലുള്ള കരാറുകളെയും നിയമങ്ങളെയും യഥാർത്ഥത്തിൽ ഇറാൻ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോഴാണ് ഏകപക്ഷീയമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇറാനെ പിന്നിൽ നിന്നും കുത്തിയിട്ട് ആയത്തുള്ള ഖമനേയിനെ അടക്കം കൊല്ലുന്ന രീതിയിൽ മാസീവ് ആയിട്ടുള്ള അറ്റാക്ക് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും UAEയുടെയും നേതൃത്വത്തിൽ നടക്കുന്നത്. അപ്പൊ ആദ്യത്തെ അടി കൊണ്ട ഇറാന് പിന്നെ തിരിച്ചടി തുടർന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇറാൻ എന്ന് പറയുന്നത് വെനിസ്വേല അല്ല, ഇറാൻ എന്ന് പറയുന്നത് ക്യൂബയുമല്ല എന്നുള്ളത്.